ഗാസയെ തകർക്കാൻ യുദ്ധം മാത്രമല്ല ഇസ്രയേൽ ഉപയോഗിക്കുന്ന തന്ത്രമെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. മറിച്ച് പട്ടിണിക്കിട്ട് ജനങ്ങളെ ഇഞ്ചിഞ്ചായി കൊല്ലുക കൂടിയാണ്. വിശപ്പിന്റെ മുൻപിൽ തകർന്നു പോകുന്ന കുട്ടികളുടേതടക്കം വേദനകൾ നെതന്യാഹു തള്ളിക്കളയാണ് ഉണ്ടാവുന്നത്. പുറത്തുനിന്നും ആരും സഹായിക്കാതെ ഇരിക്കാനുള്ള വഴികളും അവർ നോക്കുന്നുണ്ട്. അതേസമയം ഇസ്രയേൽ പട്ടിണിക്കിട്ടിരിക്കുന്ന ഫലസ്തീനികൾക്ക് വേണ്ടി ഭക്ഷ്യവസ്തുക്കൾ കുപ്പികളിൽ നിറച്ച് കടലിലെറിയുകയാണ് ഈജിപ്തുകാർ ഇപ്പോൾ ചെയ്യുന്നത്. കുപ്പികൾ കടലിലൂടെ സഞ്ചരിച്ച് ഗാസ തീരത്ത് എത്തുമെന്നാണ് അവരുടെ പ്രതീക്ഷ. മെഡിറ്ററേനിയൻ കടൽ തീരത്ത് നിരവധി ഈജിപ്തുകാർ ഭക്ഷണവുമായി എത്തുന്നതായി റിപ്പോർട്ടുകൾ പറയുന്നുണ്ട്. ഗാസയിലെ പട്ടിണിയുടെയും പട്ടിണി മരണങ്ങളുടെയും ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നതോടുകൂടിയാണ് ഫ്രം സീ ടു സീ എ ബോട്ടിൽ ഫോർ ഹോപ്പ് ഫോർ ഗാസ എന്ന പേരിൽ ഭക്ഷ്യവസ്തുക്കൾ കടലിലിടുന്നത്. 1-2 ലിറ്ററുള്ള കുപ്പികളിൽ ധാന്യങ്ങളും അരികളും പരിപ്പും മറ്റു ഡ്രൈ ഫ്രൂട്ട്സുമാണ് നിറയ്ക്കുന്നത്. അവയെ മെഡിറ്ററേനിയൻ കടലിലിടും. ഗാസയിൽ തീരത്ത് അവ അടിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഈജിപ്ത് ഗാസയുമായി അതിർത്തി പങ്കിടുന്നത് കൊണ്ട് തന്നെ അധിനിവേശം നടത്തുന്ന ഇസ്രയേൽ സൈന്യം അതിർത്തി പോസ്റ്റ് പൂട്ടിയിരിക്കുകയാണ്. ഗാസയിലേക്ക് കടക്കാൻ വേണ്ടി 950 ലോറികൾ ഭക്ഷ്യവസ്തുക്കളുമായി കാത്തു നിൽക്കുന്നുമുണ്ട്. മെഡിറ്ററേനിയൻ തീരത്തുള്ള ലിബിയ, ടുണീഷ്യ, അൾജീരിയ, മൊറോക്കോ എന്നീ രാജ്യങ്ങളിലുള്ളവരും കുപ്പിയിലും പെട്ടികളിലും ഭക്ഷണം വിടുന്നുണ്ട് എന്നത് മറ്റൊരു കാര്യം. ജപ്പാനിൽ പ്രവർത്തിക്കുന്ന ഒരു ഈജിപ്ഷ്യൻ എഞ്ചിനീയറാണ് ഈ ആശയം മുന്നോട്ട് വെച്ചിട്ടുള്ളത്. ഗാസയിൽ ഉപരോധം തുടരുമ്പോൾ ഗാസയിൽ സഹായം എത്തിക്കാൻ സാധാരണക്കാർക്ക് ചെയ്യാൻ കഴിയുന്ന മാർഗമായാണ് ഇത് ശുപാർശ ചെയ്യപ്പെട്ടിട്ടുള്ളത്. 25 ലിറ്റർ പ്ലാസ്റ്റിക് ക്യാനിൽ 8 കിലോഗ്രാം ഭക്ഷ്യവസ്തുക്കൾ നിറയ്ക്കാമെന്ന് എഞ്ചിനീയർ പറയുന്നുണ്ട്. അതിൽ കൂടുതൽ നിറച്ചാൽ കാൻ മുന്നിൽ പോകാൻ സാധ്യതയുണ്ട്. തീരത്തു നിന്നും ഏകദേശം 4 കിലോമീറ്റർ അകലെ വേണം കാനുകൾ ഇടാൻ. 60 ഡിഗ്രി വടക്ക് കിഴക്കായി വേണം ഇടാൻ. എന്നാൽ മാത്രമേ ഒഴുക്കിനെ മറികടന്ന് അവ ഗാസയിൽ എത്തിച്ചേരൂ എന്നും ഇവർ പറയുന്നുണ്ട്. പോർട്ട് സെയ്ദിൽ നിന്നോ ഡെമിയത്രയിൽ നിന്നോ ക്യാനുകൾ കടലിലിട്ടാൽ ഏകദേശം 72 മുതൽ 96 മണിക്കൂറിനുള്ളിൽ അവ ഗാസയിൽ എത്തുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം യമനും ഫലസ്തീനും ഇടയിലുള്ള രാജ്യങ്ങൾ അതിർത്തികൾ തുറന്നു നൽകണമെന്ന് അൻസാറുള്ള നേതാവ് സയ്യിദ് അബ്ദുൽ മാലിക് അൽ ഹൂത്തി അപേക്ഷിക്കുകയുണ്ടായി. അങ്ങനെയൊരു സഹായം നൽകിയാൽ ദശലക്ഷക്കണക്കിന് യമനികൾ ഫലസ്തീനിൽ എത്തുമെന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിനായുള്ള ശ്രമങ്ങൾ നടക്കുകയാണ്. ഈ വെള്ളിയാഴ്ച നടക്കുന്ന ഗാസ ഐക്യദാർഢ്യ മാർച്ചുകളിൽ കൂടുതൽ പേർ പങ്കെടുക്കണമെന്നും അഭ്യർത്ഥിക്കുന്നതിനോടൊപ്പം തന്നെ ഭൂരിപക്ഷം ഇസ്ലാമിക രാജ്യങ്ങളുടെയും മൗനത്തിന് മറുപടി നൽകുന്ന ചരിത്രപരമായ റാലിയാണ് നടത്തേണ്ടതെന്നും അദ്ദേഹം ആവശ്യപ്പെടുകയുണ്ടായി. US-ഉം UK-യും ഇസ്രയേലും യമനിൽ ആക്രമണം നടത്തിയിട്ടും ഗാസയ്ക്കുള്ള ഐക്യദാർഢ്യത്തിൽ നിന്നും പിന്നോട്ട് പോയില്ലെന്നും അദ്ദേഹം പറയുന്നുണ്ട്. ഗാസയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ച് മിസൈലുകളും ഡ്രോണുകളും ഉപയോഗിച്ച് ഇതുവരെ 1679 ഓപ്പറേഷനുകൾ നടത്തിയെന്നും അദ്ദേഹം വിശദീകരിക്കുകയുണ്ടായി. നെതന്യാഹുവിന്റെ ക്രൂരമായ നടപടികൾ തുടരുമ്പോഴും മനുഷ്യത്വം മരവിച്ചിട്ടില്ലാത്ത ചിലരെങ്കിലും ലോകത്ത് അവശേഷിക്കുന്നു എന്നത് ആശ്വാസകരമാണ്. എത്രയും പെട്ടെന്ന് തന്നെ ഇതിനൊരു മാറ്റം വരുമെന്ന് നമുക്ക് ആഗ്രഹിക്കാം.